ഇവിടെ ജോർജനുണ്ട്, അതുപോലെ തന്നെ ജലവാഹിനി ബോട്ട് ക്ലബിന്റെ പ്രസിഡന്റ് കാർത്തികേട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവം, അതായത് കണ്ടശാല ജലോത്സവം, ചീഫ് മിനിസ്റ്റേഴ്സ് റോളിംഗ് ട്രോഫി, അത് ഉമ്മൻചാണ്ടി സർക്കാരും മുൻ MLA മാധവേട്ടനും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള VN സുർജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ എല്ലാവരും പ്രത്യേകം താല്പര്യം എടുത്ത് പുനരാരംഭിച്ച ജലോത്സവം നമുക്ക് വയനാട് ദുരന്തത്തിന്റെ പേരിലാണ് നമുക്ക് ഇപ്രാവശ്യം മുടങ്ങിപ്പോയിരുന്നത്. കേരളത്തിലെ എല്ലാ ഇവന്റുകളും നടന്നപ്പോൾ കണ്ടശാല ജലോത്സവം മാത്രം മുടങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ചുണ്ടൻവള്ളങ്ങളില്ലെങ്കിലും ബി ഗ്രേഡ് വള്ളങ്ങളെ വെച്ചിട്ടോ ചെറുവള്ളങ്ങളെ വെച്ചിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന പോലെ തന്നെ നമുക്കും ഇവിടെ പ്രായോഗികമായിട്ട് നമുക്ക് നടത്താവുന്നതാണ്, ചുണ്ടൻവള്ളങ്ങൾ ഇല്ലെങ്കിൽ തന്നെ. പിന്നെ അടുത്ത വർഷത്തെ ജലോത്സവത്തിനുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ ഒരു മാസം മുൻപ് ആരംഭിക്കാതെ ഒരു വർഷം മുൻപെങ്കിലും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളെയും, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളെയും, മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനെയും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വേണം ഒരു വലിയൊരു ഇവന്റ്. കേരളത്തിലെ തന്നെ രണ്ടാമത്തൊരു വള്ളംകളി എന്നുള്ള രീതിയിൽ അതിന് മുന്നൊരുക്കങ്ങൾ, കാരണം 20 ദിവസം 30 ദിവസം മുൻപ് മാത്രമാണ് മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ ഒരു വർഷം മുൻപെങ്കിലും ആരംഭിച്ച് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ 10 ലക്ഷമായിരുന്നു, ഇപ്പോൾ 12 ലക്ഷമാണ്. ആ 12 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതൊരു 15 ലക്ഷം രൂപയായിട്ട് ജില്ലാ പഞ്ചായത്ത് വർദ്ധിപ്പിക്കുകയും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു ഇവന്റിന് 1 കോടി രൂപയെങ്കിലും സർക്കാർ അതിനുവേണ്ടി വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് ആ പണം അഡ്വാൻസുമായിട്ട് സംഘാടക സമിതിക്ക് നൽകി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ ഒരു ജലോത്സവം നമുക്ക് മുടങ്ങിപ്പോകാതെ തന്നെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. അതിന് ഇത്തരം വിഷയങ്ങളെ ചെറിയ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുമ്പോൾ അതിനുള്ള ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും നമ്മുടെ MLAയും MP യും എല്ലാവരും ഉത്തരവാദപ്പെട്ട എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇനിയും ഈ കണ്ടശാല ജലോത്സവം അന്യം നിന്നു പോകാതെ മുടങ്ങിപ്പോകാതിരിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഉത്തരവാദപ്പെട്ട നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ അതിന് മുൻകൈ എടുക്കണം. ഇത്രയും പാരമ്പര്യമുള്ള ഒരു ജലോത്സവം മുടങ്ങിപ്പോകുമ്പോൾ നമ്മളൊക്കെ വളരെ ചെറുപ്പകാലങ്ങളിൽ ജലോത്സവമായിട്ട് കാണാൻ പോകുന്ന വ്യക്തികളാണ്. നമ്മുടെ കാരണവരായിട്ടുള്ള 2 വ്യക്തികൾ 1956 മുതൽ ഈ ജലോത്സവത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ അത്ര അനുഭവ സമ്പത്തില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ആവശ്യം, നമ്മുടെ വീട്ടിലൊരു ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെ അത് മുടങ്ങിപ്പോകുമ്പോഴുള്ള എല്ലാവർക്കും അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. അപ്പോൾ അത് ഇനിയും നമ്മളത് കാരണം ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ വെച്ച് 2-3 തവണ യോഗം വിളിക്കുകയും അതിൽ വെച്ചൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അഗ്രിമെന്റ് പാലിക്കാനുള്ള ബാധ്യത ആ അഗ്രിമെന്റ് ഉണ്ടാക്കിയ വ്യക്തികൾക്കുണ്ട്. ആ അഗ്രിമെന്റിന്റെ വിശദാംശങ്ങൾ ഞാൻ എല്ലാവർക്കും അയച്ചു തരാം, വാട്സപ്പിൽ അയച്ചു തരാം. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആ അഗ്രിമെന്റിൽ ഒപ്പിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ അഗ്രിമെന്റ് പാലിക്കാനുള്ള ഉത്തരവാദിത്വം അതിൽ ഉൾപ്പെട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ ജോർജേട്ടൻ പല കലാ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാരി എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ജോർജേട്ടൻ. പിന്നെ ജലവാഹിനി ബോട്ടിന് 10 ലക്ഷം രൂപയാണ് നമുക്ക് മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്നത്. ഈ വർഷം 12 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ കടബാധ്യതയിലേക്ക് 3 ലക്ഷം രൂപ നൽകാമെന്നിട്ടാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ആ പണം വാങ്ങിച്ചത്. പക്ഷെ ആ എഗ്രിമെന്റ് പാലിക്കപ്പെട്ടില്ല. 3 ലക്ഷം രൂപ കടബാധ്യതയിലേക്ക് നൽകാമെന്ന് സംബന്ധിച്ച ആ ഒപ്പിട്ട എഗ്രിമെന്റ് പാലിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അത് മണലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ സംഘാടക സമിതി അത് നടപ്പിലാക്കേണ്ടി വരും. കടബാധ്യത നമ്മൾ മുടങ്ങിക്കിടന്ന ജലോത്സവം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മാധവന്റെ കാലത്തും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നുള്ള VN സുർജിത്തിന്റെ സമയത്തുണ്ടായിരുന്ന കടബാധ്യതയിലേക്ക് 3 ലക്ഷം നൽകാമെന്നാണ് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ വിളിച്ച എഗ്രിമെന്റ്. അല്ല, കടം വന്ന കടബാധ്യതയെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നമുക്ക് ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പോലും കടബാധ്യതയിലേക്ക് ഒരു ചെറിയൊരു സമാശ്വാസം എന്നുള്ള നിലയ്ക്ക് 3 ലക്ഷം രൂപ നൽകാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. കടബാധ്യതയുടെ ഡീറ്റെയിൽസ് ഇല്ലാണ്ട് ഇത്ര കടത്തെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റണേ? അതിന്റെ മിനിറ്റ്സും കാര്യങ്ങളൊക്കെ അതായത് കടബാധ്യത ഇത്ര ഉണ്ട്, അത് അറിയണ്ടേ?
3 ലക്ഷം രൂപ വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. രൂപ കടമാണ്. ഈ കണക്കുകൾ വർഷം തോറും ഓഡിറ്റ് ചെയ്യാറുണ്ട്. ചെയ്യണം. ചെയ്തിട്ടുണ്ട് അതുവരെ ചെയ്തിട്ടില്ലേ? അല്ല, അതല്ല, ഇത്ര ലക്ഷം രൂപ ഇത്ര സർക്കാരിന്റെ വിവിധ ഏജൻസികള് ത്രിതല പഞ്ചായത്തുകൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സാമാന്യ ബാധ്യതയില്ലേ? അല്ലെ, നമ്മളൊരു സംഘടന പോലും 4-3 ഏഴാളുള്ള ഒരു സംഘടന പോലും അല്ലെങ്കിൽ ആ കണക്കുകൾ ഓഡിറ്റ് ചെയ്യും. ഇത് ഇത്രയും ത്രിതല സർക്കാരിന്റെ ഒക്കെ കാശ് കിട്ടിയിട്ട് ചെയ്യുന്ന സാധനത്തിന് ഒരുപാട് ആളുകൾ വാല്യൂഡ് ആവണമെങ്കിൽ ആ കണക്ക് ഓഡിറ്റ് ചെയ്ത് അവതരിപ്പിക്കണം. ഇപ്പൊ ടോണിക്ക് പോലെ അവതരിപ്പിക്കാൻ പറ്റില്ല. എന്താണ് കണക്ക്? എത്ര ലക്ഷം രൂപ കടണ്ട്, ഏത് വർഷമാണ് എത്ര കടങ്ങൾ വന്നത്, അതിന്റെ ഒരു കൃത്യമായിട്ടൊരു കണക്ക് ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ നടക്കും. ഇതിപ്പോ എവിടെയാ വെള്ളത്തിൽ വരച്ച് പോലെ ഇത്ര കടണ്ടെന്ന് പറയാന്നല്ലാണ്ട് ഇത്ര രൂപ കടണ്ട് എന്ന് പറയാൻ പറ്റും? എല്ലാ വിവരാവകാശ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ജലോത്സവമായിട്ട് ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് സംഘാടക സമിതി നടത്തിയതുകൊണ്ട് ലഭ്യമല്ലാന്നാണ് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയല്ല. നിങ്ങളങ്ങനെ വായുവിലുള്ള കാര്യങ്ങൾ എടുത്ത് പറയാൻ പാടില്ലല്ലോ. ഏതാ നമ്മളില്ലാത്തതുകൊണ്ടേ അതിന്റെ അന്നത്തെ ഭരണസമിതിയിൽ നമ്മളില്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഏകദേശം ജോർജേട്ടൻ തുടർന്ന് കാർത്തിയെന്ന് സംസാരിക്കും. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. കുഴപ്പമില്ല, വിവരങ്ങൾ അറിയാണ്ട് പോകാൻ പറ്റില്ല നമുക്ക്. ഇത്രയും കാലം നടന്നു വന്നിരുന്ന അംഗശാലകളും ജലോത്സവം ഈ വർഷം ഇല്ലാതെ പോയതിൽ എനിക്ക് അതിയായ ദുഃഖമാണ്. 1956 മുതൽ എൻ്റെ കൂടെ നിന്ന ഒരു അനുഭവം എൻ്റെ കയ്യിൽ. 56 കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ TM ആന്റണി പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യം 2 ചുരുളവള്ളങ്ങൾ മാത്രം വെള്ളത്തിലായിരുന്നു. പിന്നെ ഒന്നും സംഭവിക്കാതെ കിടന്നു. 62 മുതൽ പഞ്ചായത്തിൽ തീരുമാനമെടുത്തു. പഞ്ചായത്തിന് ഒരു ഓണാഘോഷ വള്ളംകളിയാണ്. പക്ഷെ അത് ഏറ്റെടുത്ത് നടത്താൻ അന്നത്തെ സാഹചര്യമായിട്ടില്ല. അപ്പോൾ അത് കേണ്ടസ് ആർട്സ് ക്ലബ്ബാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. 8 വർഷം കേണ്ടസ് ആർട്സ് ക്ലബ്ബാണ് ഈ പഞ്ചായത്തിൻ്റെ ഓണാഘോഷ വള്ളംകളി സംഘടിപ്പിച്ചത്. അതിൽ 7 വർഷം ചെറുവള്ളങ്ങളാണ് ചെറുവള്ളം നടത്തി വന്നത്. അപ്പോൾ ഒരു വർഷം അവസാനമായപ്പോൾ സാമ്പത്തികമായ പ്രയാസം കൊണ്ട് തന്നെ നീന്തൽ മത്സരമായിട്ട് 1968 നീന്തൽ മത്സരത്തോടുകൂടി അവസാനിക്കുക ഈ സാധനം. അങ്ങനെ അവിടെ കിടന്നു. അത് 76 മുതൽ നമ്മുടെ ജലവാഹിനി ബോട്ട് ക്ലബ്ബ് രൂപം. 77 മുതൽ ജലവാഹിനി ബോട്ട് ക്ലബ്ബ് ഇത് ഏറ്റെടുത്തതിന് ശേഷം വലിയ ഒരു കേരള സംസ്ഥാനത്ത് നിന്ന് അറിയപ്പെടുന്ന ഒരു വലിയ വള്ളംകളിയായി കണ്ടച്ചാണൽ ജലോത്സവം വളർന്നു. 8 ചുണ്ടൻവള്ളങ്ങൾ വരെ 9 ചുണ്ടൻവള്ളങ്ങൾ ആ കൊല്ലം ബുക്ക് ചെയ്തിട്ട് 8 ചുണ്ടൻവള്ളങ്ങൾ വന്നു. അതിൽ 9 ചുണ്ടൻവള്ളങ്ങൾ 8 ചുണ്ടൻവള്ളങ്ങൾ വരെ വന്ന കാലം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കടന്നുപോയി. അന്നത്തെ പത്രവാർത്തകൾ വായിച്ചിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. കാഞ്ഞാണി മുതൽ പോക്കണം, വാടാൻപള്ളി മുതൽ പോക്കണം. പച്ച വെള്ളം കിട്ടാത്ത കടബാധ്യതയിലേക്ക് ഞാൻ പിന്നെ പറയാം. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പ്രഭാതിയുടെ കാര്യം ഞാൻ ഏറ്റു പറഞ്ഞൊന്നും കാര്യമില്ല. അല്ലാതെ ഇത്ര രൂപ ഉണ്ടെന്ന് ചേട്ടൻ ഏകദേശം അറിയോ? കടം കഴിഞ്ഞ എല്ലാം വള്ളംകളി നടന്നു. അതിന്റെ ഒരു കണക്ക് അവതരിപ്പിക്കലോ അല്ലെങ്കിൽ അതിന്റെ ഒരു സംവിധാനങ്ങളോ ഒന്നും പറയണം. ഉണ്ടായില്ല ഒരു കൊല്ലം കഴിയുമ്പോ മീറ്റിംഗ് കൂടാറുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ പഞ്ചായത്ത് ഈ ജലവാഹിനി ബോട്ട് ക്ലബുള്ള കാലത്ത് തൊട്ട് ഭംഗിയായിട്ട് നടന്നിരുന്നതാണ്. ജലവാഹിനിയുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഒരു ജനകീയ ബന്ധം നഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അത് പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയമായ ബന്ധത്തിലേക്ക് അത് കടന്നു വന്നു. ഈ രാഷ്ട്രീയ ബന്ധത്തിൽ കടന്നു വന്നതോടുകൂടി പൊതുജനങ്ങളുടെ ഒരു സഹകരണം പൊതുവെ കുറയുകയുണ്ടായി. പിന്നെ ഈ കൊല്ലം നമ്മുടെ ഉരുൾപൊട്ടൽ പറഞ്ഞ് ഗവൺമെൻറ് അത് ആഘോഷങ്ങൾ നിരോധിച്ചു. ആഘോഷങ്ങൾ നിരോധിച്ചപ്പോൾ എന്തുണ്ടായി? നമുക്ക് ഈ ചുണ്ടൻവള്ളം വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു കാശ് വേണം. അപ്പോൾ സർക്കാരിൽ 10 പൈസ കിട്ടില്ല, ബ്ലോക്കിൽ നിന്ന് കിട്ടില്ല, ജില്ലയിൽ നിന്ന് കിട്ടില്ല, പഞ്ചായത്തിൽ നിന്നും കാര്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് വള്ളംകളി
നിന്ന് പോയതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം അതിനെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനത്തെ സാഹചര്യമാണ്. പിന്നെ നമ്മൾ ഈ സ്വന്തം വളം വെച്ച് ഭംഗിയായിട്ട് സ്റ്റേറ്റ് ലെവലിൽ തന്നിരുന്നൊരു സാധനം പെട്ടെന്ന് തിരിഞ്ഞ് കുറച്ച് ചെറുകിട മൃഗങ്ങൾ മാത്രമായിട്ട് നടത്താമെന്ന് പറയുമ്പോൾ ഒരു മാനസിക പ്രയാസം ഉണ്ടായില്ല. ഇതിന് മുമ്പ് ഇങ്ങനത്തെ രംഗങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊക്കെ എതിർക്കുന്നതാണ്. അങ്ങനെ ചെറിയെന്ന് പറഞ്ഞാൽ ഈ 101 കമ്മിറ്റിയിലാണ്. പക്ഷെ നമ്മളതിൻ്റെ വ്യക്തമായ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അത്രയും എനിക്ക് പറയാൻ കോർ കമ്മിറ്റിക്ക് വരാറില്ല. ഇല്ല, കോർ കമ്മിറ്റി ഒന്നുമില്ല. അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കോർ കമ്മിറ്റി ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പഞ്ചായത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വന്നപ്പോൾ പാർട്ടിക്കായി പ്രാധാന്യം. പാർട്ടി നേതാക്കന്മാരാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മള് ഒരാള് എന്നുള്ളത് പറയാന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പറയാനുള്ള ഒരു രേഖ എൻ്റെ ഇല്ല. ഞാൻ പിന്നെ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊന്നും പറയാനില്ല. ബാധ്യത പറഞ്ഞില്ലേ? ബാധ്യത പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ അത് എത്രയും ബാധ്യത എന്ന് പറയാവുന്ന ബോധ്യം എനിക്കില്ലാത്തതുകൊണ്ട് കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. കണക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പഞ്ചായത്ത് മെമ്പർമാരും കമ്മിറ്റിക്കാരുമാണ്. അത് 2 പഞ്ചായത്തുകൾ തമ്മിലാണ് ഈ പഠനം നടത്തുന്നത്. അപ്പോൾ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അവരെയില്ല. അപ്പോൾ അവർ കൊല്ലത്തിലും ഇത് കണക്ക് അവതരിപ്പിച്ചിട്ട് അപ്പോൾ ആ നടന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിൽ തുറന്നിട്ടുള്ളപ്പോൾ കുറച്ച് പൈസ കടം എടുത്തു. അന്നത്തെ ഒരു എമൗണ്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലബിന് അത്രയ്ക്ക് മാത്രമേ അറിയുള്ളൂ ക്ലബിൻ്റെ കാര്യത്തിൽ. ക്ലബ് അതിന് ഈ കമ്മിറ്റിയിൽ ഒരു പഴയ മെമ്പർ എന്നുള്ള എനിക്ക് ക്ലബിൻ്റെ അധീനത്തിൽ ഞങ്ങളെ ഉൾക്കൊള്ളിക്കുന്നു. ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ശരിക്ക് പഞ്ചായത്തുകൾ തമ്മിലാണ്. അപ്പോൾ ഈ തുണിയിട്ടുള്ളപ്പോൾ കുറച്ച് പൈസ കടം വന്നു. കടം ഉണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കടം പിന്നെ അവൻ്റെ ആധാരം വെച്ചിട്ട് കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ പിന്നെ ആ പൈസ പലിശയ്ക്ക് പലിശ ഓരോ കൊല്ലം ചെല്ലുമ്പോൾ ഈ കണക്ക് അവതരിപ്പിക്കും. ഇവർ പറയിക്കാറുണ്ട്, പറയും. അത് പറയുമ്പോൾ എല്ലാവരും അത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഗവൺമെൻറ് കണക്ക് പ്രകാരം കൊടുക്കാൻ പറ്റില്ലാത്ത പറയാം. അതായത് ഈ പഞ്ചായത്തിൻ്റെ പൈസ അങ്ങനെ മുൻകാലങ്ങളിൽ കണക്കിരിക്കുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരും കൊടുക്കാറില്ല. കൊടുക്കാൻ ബാധ്യത വരുമ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് പിന്നത്തെ വർഷം കിട്ടുക. അപ്പൊ അത് ആ 12 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കടത്തിലേക്ക് വിടാൻ പറ്റും. അപ്പൊ ആ 12 ലക്ഷം എന്ത് ചെയ്യും? കൊടുത്താൽ മതിയാണല്ലോ. ആ 12 ലക്ഷത്തൊക്കെ എന്ത് ചെയ്യുക? അപ്പൊ ആ 12 ലക്ഷം മുന്നത്തെ വള്ളം കളിക്ക് നടത്തിയിട്ടാണ് 12 ലക്ഷം കിട്ടണത്. അപ്പൊ ഈ അന്നത്തെ കടത്തിലേക്ക് വിടാറില്ലേ? കഴിഞ്ഞ വർഷത്തെ മുന്നത്തെ വർഷത്തിലെ കാർത്തികേട്ടാ, ഇത് കൃത്യമായിട്ട് കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ഇത്ര കടണ്ടെന്ന് പറഞ്ഞ ഒരു വെള്ളത്തിൽ വരച്ച ഒരു ഗർസമാണ്. സുജിത്തിന്റെ കാലത്ത് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിച്ച് ഇത്ര ലക്ഷം രൂപ കടണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് എല്ലാം നിങ്ങൾക്ക് കൊടുക്കണം. അത് ഇതുവരെ ഒരാൾക്കറിയില്ലേ? അപ്പൊ ഭരണസമിതി എങ്കിലേ ടോണി പഞ്ചായത്തിന്റെ ആണെങ്കിലേ ഇതുവരെ ഒരാൾക്കറിയില്ല. ഗൾസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ ആർക്കും ഉത്തരവാദിത്തമില്ല. ഇതിപ്പോ ഈ കടത്തിന്റെ കാര്യത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. എന്തിനൊക്കെ ചെലവഴിച്ച എന്തിനൊക്കെ ചെയ്ത് അതിന്റെ ഒരു വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണ്ടേ? സർക്കാരിൽ നിന്ന് ഫണ്ട് മേടിക്കുന്ന ഒരു സാധനം രഹസ്യമല്ലല്ലോ. കണക്കവതരണത്തിന് കാർത്തിയൊന്നും വിളിക്കില്ല. കണക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ലോ. അല്ല നിങ്ങളുടെ ആവശ്യം പത്രസമ്മേളനം വിളിച്ച ആവശ്യം ഈ കടശാങ്കടവ് ജലോത്സവം നടത്തണം. അത്രയല്ലോ. പിന്നെ 3 ലക്ഷം രൂപ കൊടുക്കാണ്ടിരിക്കുക. അത് നമുക്ക് നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ. കടശാണ്ട് ജലോത്സവം വീണ്ടും നടത്തണം.
പ്രതിപക്ഷത്തിന്റെ അല്ല ഞങ്ങള് പ്രതിപക്ഷം ഭരണപക്ഷം ഇല്ല. അല്ല, പഞ്ചായത്തിന്റെ അല്ല, ഇതിന്റെ നല്ല ഉദ്ദേശം അതല്ലേ? മുടങ്ങി ഞങ്ങള് പോകരുത്. 19 പേര് ഒറ്റക്കെട്ടുന്നത് പഞ്ചായത്തിൽ അങ്ങനെ പ്രതിപക്ഷം ഇല്ല. അല്ല LDF-കാര് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അല്ല, എല്ലാവരും നമുക്ക് ഈ മധ്യ കേരളത്തിലെ തൃശ്ശൂർ ജില്ല അല്ല കാർത്തിയായിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണതാ, അതിലൊന്നല്ല പ്രശ്നം. നിങ്ങളുടെ ആവശ്യം ഇത് മുടങ്ങി പോകരുത്, ഡേറ്റ് കഴിഞ്ഞാൽ നടത്തണം. കടത്തിന്റെ കാര്യത്തിന് കടത്തിന്റെ കാര്യം പറഞ്ഞത് ചേട്ടാ, നമ്മള് ഒരു പല ഘട്ടങ്ങളിലൂടെ യോഗം നടത്തിയിട്ട് അത് ഒരു ഇത് നടത്തുന്നത് മാത്രമല്ല, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി പോന്നിട്ട് ഇത്രയും അതില് മറ്റുള്ളവരെ ഒരു വിശ്വാസവഞ്ചന ടോണിയേട്ടാ, നിങ്ങളൊരു 5 വർഷമായിട്ട് ജനപ്രതിയല്ലേ, അതിന്റെ ഇടയിൽ എത്ര വെള്ളക്കളി നടന്ന അതിന്റെ കണക്കുകളൊക്കെ നിങ്ങൾക്ക് കൂടി അറിയേണ്ട കാര്യമില്ല. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് അറിയാണ്ട് അറിയാത്തത് അടിക്കുകയാണോ, അതായത് പോകമ്പറ സൃഷ്ടിക്കുന്നതിന്റെ നമ്മള് വന്നേപ്പിനുള്ള വരവ് ചെലവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അല്ല അത് ഓഡിറ്റ് ചെയ്ത കണക്കാണോ? അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാറ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാന്നല്ല, ഓഡിറ്റ് ചെയ്ത കണക്കാണോ? അല്ല, ഓഡിറ്റർമാരെ പഞ്ചായത്തിൽ ഓഡിറ്റിംഗ് ഉണ്ടല്ലോ, ഇത് സംഘാടക സമിതി ആയതുകൊണ്ട് ആ ഓഡിറ്റർമാരല്ലാതെ ഓഡിറ്റ് ചെയ്യാം. നമ്മള് വന്നേ പിന്നെ ഭരണസമിതി വന്നേ പിന്നെയുള്ള കണക്കുകൾ നമ്മുടെ അല്ല അതിന് ഈ ബാലൻസ് പറയാറില്ല. സുർജിയുടെ കാലത്തുള്ള നിങ്ങളിപ്പോ അവതരിപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ ജോൺസൺ അവതരിപ്പിച്ച കണക്കിൽ 1.5 ലക്ഷം മൈനസ് ഉണ്ടായിരുന്നു. 1.5 ലക്ഷം. കയ്യിലുള്ളത് അത് ഈ സുർജിത്തിന്റെ അല്ല, ആ മുന്നിലുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല ഇപ്പൊ ഇവരുടെ ആവശ്യം ഇത് നന്നായി നടത്തണം, ഫണ്ട് കൂട്ടി കൊടുക്കണം. അല്ല ഈ കാര്യത്തിൽ ഈ പ്രസിഡന്റ് ബാധ്യത വരാത്ത രീതിയിൽ അല്ല കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞത് നടത്താൻ പറ്റില്ല പറഞ്ഞുള്ളത്. അത് അതിനുള്ള മറുപടി അദ്ദേഹത്തോട് അല്ല ചോദിക്കില്ല. അതായത് ഈ 12 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് കൈമാറിയില്ല. സംഘാടക സമിതിക്ക് പഞ്ചായത്തിനല്ല. കൈമാറിയില്ല. ആർക്ക് കൈമാറിയ? എന്നെ കൈമാറിയ? അല്ല 12 ലക്ഷം രൂപ അവിടെ പഞ്ചായത്തിന്റെ താരം ഞാനും വായിച്ചു. ഇതിൽ ഇത്ര ലക്ഷം രൂപ ഇന്ന ആൾക്ക് കൈമാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. 3 ലക്ഷം രൂപ പഴയ കടത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ബാധ്യത കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ, കടബാധ്യത തന്നെയാണോ? കൃത്യമായ കണക്ക്, അത് ഞാൻ പറഞ്ഞത്. കണക്കുകൾക്ക് കൃത്യത വേണ്ടേ? ഇപ്പൊ ഇത് പ്രസ് ക്ലബ്ബ് ചാർട്ടേഡ് അക്കൗണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാധനം. ഇതിന്റെ കണക്ക് എല്ലാ വർഷവും അവതരിപ്പിക്കണം. ചെറിയൊരു സാധനമാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിനും ബാധകല്ലേ? ശരി കണക്ക് കണക്ക് കൃത്യമായിട്ട് ലാഭമല്ല ശരിക്കും വരുന്നത്. മുൻ വർഷങ്ങളില് 3 ലക്ഷത്തിന്റെ അല്ല 12 ലക്ഷം വരുന്നതേ. എന്നിട്ട് ഈ 12 ലക്ഷം കൊടുത്തു. ആരെ കൊടുത്തത്? ജില്ലാ പഞ്ചായത്തിൽ നിന്നാണ് 12 ലക്ഷം കൊടുത്തത്. ജില്ലാ പഞ്ചായത്ത് ആർക്കെ കൊടുത്തേ? ആരെ ഏറ്റുവാങ്ങിയ? എന്നാ കൊടുത്ത ഡേറ്റ്? അതേ കാശ് കൂടി ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ 3 ലക്ഷം കടബാധ്യതയിലേക്ക് നീക്കാൻ ജില്ലാ പഞ്ചായത്ത് കൊടുക്കാൻ തീരുമാനിച്ചത്. എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പൊ അവര് ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്നത്? ഓഡിറ്റ് ചെയ്യാത്ത കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ? വെറുതെ ഇങ്ങനെ കാശ് വാങ്ങി അത് കൊടുക്കില്ലല്ലോ, സർക്കാർ ഇതിൽ അത് കൊടുക്കില്ല. ഇപ്പൊ എന്നോട് ഉദാഹരണത്തിന് ഞാൻ വേറെ പറയണില്ല, കാനോലി കനാൽ വികസന പദ്ധതി എന്ന് പറഞ്ഞൊരു തന്നെ ഞാൻ അതിൽ ഉൾപ്പെടുത്തില്ല. TCV ജിത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഇത്രയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാ കാര്യങ്ങൾ സംരക്ഷിക്കാൻ, ഓഡിറ്റിംഗ് ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ല, എന്നെ കൂട്ടണമെന്ന് പറഞ്ഞു. കാനോലി കനാല് സംരക്ഷണത്തില് ജിത്തും വന്നില്ല, ഞാനും വന്നില്ല. മനസ്സിലായ? ഓഡിറ്റിംഗ് ഇല്ലാത്തൊരു ഫണ്ട് സർക്കാരിന് ഇല്ല. അത് ഏത് സംഘടന വള്ളംകളിയൊക്കെ ആകുമ്പോൾ ഓഡിറ്റിംഗ് വേണ്ടേ? ഇപ്പൊ ഉത്രട്ടാതി വള്ളംകളി ആയാലും നെഹ്റു ട്രോഫി ആയാലും ആർമുളയിലും ഒക്കെ കണക്ക് കൃത്യമുണ്ടായി വേണ്ടേ? പിന്നെ ഈ 12 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ആരുടെ കൊടുത്തിരിക്കണം? തീരുമാനം എടുത്തോട് കാര്യമില്ലല്ലോ, കാശ് കൊടുക്കണ്ടേ? ഈ പ്രസിഡന്റിനോട് ചോദിച്ചറിയില്ലത് ആരെയൊക്കെ കൊടുത്തിരിക്കണം? ആ രേഖ അതിലില്ല. അതിന്റെ ചെയർമാൻ പ്രസിഡന്റും പിന്നെ ട്രഷറർ ഉണ്ടല്ലോ. അല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പങ്കെടുത്ത യോഗത്തിന്റെ കാര്യം ഈ പറയണത്. അതിൽ ആ രേഖയിൽ 12 ലക്ഷം കൊടുത്തത് ആർക്കാ? 3 ലക്ഷം കൊടുക്കാൻ പറയുന്നുണ്ട്. കൊടുത്തേക്കണം എന്നുള്ളൊരു രീതിയുള്ളൂ. അല്ലാണ്ട് ഇന്നാള് കൊടുക്കണം എന്നല്ല, കാശ് കിട്ടിയ പഞ്ചായത്ത് കൊടുക്കണം എന്നല്ല എന്നുള്ളൊരു മൊത്തത്തിലുള്ള ആൾട്ടിറ്റ്യൂഡല്ല. ഓരോരുത്തരും പലവിധ അഭിപ്രായം ഞാൻ വായിച്ചതാ. കണക്കിലേക്ക് 3 ലക്ഷം കൊടുക്കണം. അത് ഈ 12 ലക്ഷം കൊടുത്തു എന്ന് പറയണ്ടേ? 3 ലക്ഷത്തിന് അത് കിട്ടിയില്ല. അതാ ചോദിക്കുന്നത്. ഞാൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ ഈ 12 ലക്ഷം കൊടുത്തു എന്ന് അതിൽ പറയില്ല. 3 ലക്ഷം കടത്തേക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പഞ്ചായത്ത് കൊടുക്കണം, നല്ല കാര്യം. 12 ലക്ഷം പഞ്ചായത്തിന് കിട്ടിയാലല്ലേ 3 ലക്ഷം കൊടുക്കാൻ പറ്റില്ല.
അല്ല പൈസ കിട്ടിയെന്നാണ് പറഞ്ഞത്. പൈസ പഞ്ചായത്ത് കിട്ടിയെന്ന് അതെ പ്രസിഡന്റില്ലേ പൈസ കിട്ടിയില്ലേ? സുജിതാനോട് ഇത് പറഞ്ഞത് നഷ്ടമില്ലാന്ന് 12 ലക്ഷം കിട്ടില്ലേ, അപ്പൊ 9 ലക്ഷം ലാഭം എന്നാ പറയുന്നത്. ആര് പറഞ്ഞു? സുജിതാന്റെ ലാഭം 9 ലക്ഷം ലാഭം വേണ്ടേ? അവിടെ ഇരിക്കണം. കട എവിടെയാ? 3 ലക്ഷമുള്ള കടം. ഇതിപ്പോ മാധ്യമങ്ങളിൽ ശരിക്കും ഇടപെട്ട ഇതിലെ പഴയ സംഘാടക സമിതി ഒക്കെ മോശമായിട്ട് മാറും. കണക്കുകളില്ലാത്ത ആ രീതിയിൽ വരുന്നത് ശരിക്കും ഈ സാധനം തോന്നിക്കണ്ടോ? കണക്കിലേക്ക് 3 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിൽ നിങ്ങളൊക്കെ പോയി അല്ലെ ശരിയല്ലേ പറഞ്ഞത്? 3 ലക്ഷം കടം വീട്ടെന്ന് പറയണം. അല്ല അതുകൊണ്ട് സുബ്രേട്ട 3 ലക്ഷത്തിന് കടം പോട്ടെ, ഇവിടെ ആവശ്യത്താണ് ഇത് നന്നായിട്ട് നടത്തണം. നേരെ വൈകാതെ ആവശ്യം എങ്ങനെ നടത്തൂത്? ഇങ്ങനത്തെ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഇതെന്തിനും നടത്തുന്നില്ല. ഇതിനെ നടത്താനുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ മതി. ഒന്നാമത് ത്രിതല പഞ്ചായത്തുകളും സർക്കാരിൽ നിന്നുള്ള ഫണ്ട് വർദ്ധിപ്പിക്കുക, അതാണ് ഇതിന്റെ മെയിൻ സാധനം. സ്ഥിരം സമിതി ഉണ്ടാക്കുക. മറ്റു സ്ഥലങ്ങളിലെ ചീഫ് മിനിസ്റ്റർ ഇപ്പൊ കേരളത്തിൽ ഇതല്ലാണ്ട് വേറെ ഉണ്ടാ ചീഫ് മിനിസ്റ്റർ ട്രോഫി ഇല്ലല്ലോ. അത്രയും സ്റ്റേറ്റിൽ അത്രയും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അത് വേറെ ആൾക്കാരെ ഏൽപ്പിക്കില്ല. ഇപ്പൊ ഈ സംവിധാനം പഞ്ചായത്ത് പോയാൽ തന്നെ നടക്കുള്ളൂ. പക്ഷെ അത് നടക്കണമെങ്കിൽ ഓഡിറ്റബിൾ ആവണം. അങ്ങനെ വേണം, സുതാര്യത വേണം. അല്ല അവിടെ വന്നിട്ട് ഈ മന്ത്രിയും MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രസംഗം ചെയ്ത് കൈ കാണിച്ച ഒരാളാ. അത്രയും ഗംഭീരാക്കുന്ന എല്ലാ കൊല്ലം പറയാറുണ്ട്. അല്ല മുന്നത്തെ പ്രളയത്തില് നടത്തില്ല, കോവിഡിലൊന്നും നടത്തിയില്ല. അത് വേറെ വിഷയം. ഇപ്പൊ പറയാ അതല്ല ചോദിച്ചേ LDF തീരുമാനിച്ചു വേണ്ടെന്ന്. ഇവിടെ LDF നടത്താൻ അതാണ് അതിന്റെ വിരോധാഭാസം. ഇത്ര കാര്യമുള്ളൂ. മറ്റൊരു വേണ്ടെന്ന് പറയുന്നത് ഇവര് വേണമെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇവിടെ കക്ഷി രാഷ്ട്രീയം വണ്ണം കക്ഷി പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ തുടങ്ങിയ മുതൽക്ക് അങ്ങനെ ഒരു ജാതി മത വ്യത്യാസമില്ല. എല്ലാവരും പക്ക ജനകീയമായിട്ട് അങ്ങനെ ആയിരുന്നു. 76 തൊട്ട് ഞാൻ കൊണ്ടുനടന്നിരുന്നത്. അതിൽ പല ജാതിക്കാരുണ്ട്, പല രാഷ്ട്രീയക്കാരുണ്ട്, പല മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനത്തെ അത്രയും ഭംഗിയായിട്ട് നടന്നിരുന്ന ഒരു പ്രസ്ഥാനം അന്ന് പിന്നെ പുരോഗമിച്ച് വന്നപ്പോൾ കോരമാട്ട് ഒക്കെ ചെയർമാനായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാസേട്ടനും ഇവരൊക്കെ രംഗത്തൊക്കെ വന്ന് പാർച്ചേട്ടൻ മാസേട്ടൻ കൂടി വന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമുക്ക് ഇതിന് വിപുലമായ രീതിയിൽ കൊണ്ടുനടക്കണം എന്നുള്ള തീരുമാനത്തിൽ വന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ വിശദീകരിച്ച് എല്ലാം നല്ല നിലക്കി കൊണ്ടുവന്നു. ചുള്ളുവെള്ളം കൊണ്ടുവരുന്നത് 82 കാർത്തിയേട്ടൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. കാർത്തിയേട്ടൻ പറയണത് ജോർജേട്ടൻ പറയണതൊക്കെ അറിയണ കാര്യമാണ്. അപ്പൊ ഇതില് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇത് പഞ്ചായത്തിനെ പറയട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ എന്നിട്ട് ഈ ചുണ്ടൻവെള്ളം വന്നു തുടങ്ങിയപ്പോ ഇതിന് നമ്മുടെ 1000 രൂപ നമുക്ക് ടൂറിസം ഗവൺമെന്റിൽ നിന്ന് പാസ്സായി. അപ്പൊ ഗവൺമെന്റിന്റെ കണക്കായി. ഗവൺമെന്റ് നമുക്കൊരു കമ്മിറ്റി ചെയർമാനായിട്ട് വരിക. അതായത് ഒന്നൊരു ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ കളക്ടർ ആയിരിക്കാം. അങ്ങനെ വന്നപ്പോ ഈ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനൊരു 50,000 രൂപ പാസ്സായി. ഇന്നത്തെ കൊല്ലം അത് വന്നപ്പോ അതിന്റെ ചെയർമാൻ സേതുമാധ സാറായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ കണക്ക് കാര്യങ്ങൾ വില്ലേജ് ഓഫീസിൽ ആണ് അതിന്റെ കണക്ക് എഴുതുന്നത് പിടിക്കുക. അവർ ഓഡിറ്റ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് പോയത് കണക്കാ, മനസ്സിലായി. അപ്പോൾ അതിനും കണക്കുണ്ട്. പിന്നീട് വന്നപ്പോൾ പഞ്ചായത്ത് വന്നപ്പോൾ ഇത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. അല്ല, അന്നത്തെ കാര്യം നമുക്കറിയാം. പഞ്ചായത്ത് എത്ര കൊല്ലായി? പഞ്ചായത്തിൽ വന്നിട്ട് അപ്പൊ ഈ കണക്കൊന്നും പറയാറില്ലേ? കണക്ക് പറയാത്തത് നമുക്കിപ്പോ സമിതി എന്നുള്ള പറയണേ. സാധാരണ ഇതിൽ 10 ആളേക്കാൾ കൂടുതലുണ്ട്. മറ്റു സംഘടനകൾ എന്താ ചെയ്യുക? അത് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കും. ഇപ്പൊ പ്രസ് ക്ലബ്ബ് ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ എല്ലാവർക്കും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കും. അത് നിങ്ങൾക്ക് കിട്ടണം. ഞങ്ങളെ വിളിക്കാൻ വേണം. ആ കണക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇത് രാഷ്ട്രീയവും പഞ്ചായത്തും കൂടി ആകുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ കണക്ക്
വാർഷിക ഒരു ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പ്രിന്റഡ് പറഞ്ഞു ഞാൻ 12 മതി പ്രധാന ശരി നിങ്ങളുടെ ആവശ്യം കാത്തിയാണ്ട നിരീക്ഷണ കണക്ക് വായിക്കുമ്പോ കേൾക്കാം അത്ര തന്നെ. ഇതിപ്പോ ശരിക്കും വാർത്താ പത്രസമ്മേളനം കൊടുത്താൽ നേരെ വിപരീതവും ആയിക്കോട്ടെ കൊടുക്കുന്നതാണോ ഓപ്പോസിറ്റ് ആവും. നമ്മളത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് ചെയ്യണം. പഞ്ചായത്ത് മെമ്പർ മാത്രമേ കിട്ടിയില്ലേ? അതായത് ഒരു പത്രസമ്മേളനം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കരുത്. ജലോത്സവമായിട്ടുള്ള സ്റ്റോറികള് നമ്മുടെ നാട്ടോട് പ്രതിബദ്ധതയുള്ള ഇത് വാർത്ത വിളിച്ച് മക്കളാക്കരുത്. പ്രതിപക്ഷത്തെ കൂടി വിളിക്കേണ്ടതായിരുന്നില്ലേ? അതെ അവർ കൂടി വേണ്ടത് ആവശ്യപ്പെട്ട ആൾക്കാരല്ല ഞാൻ കുറച്ച് ക്ലബ്ബുകാരെ അപ്പൊ അവർക്ക് ഇന്നലെ ഇന്നും ക്ലബ്ബുകാരെ പ്രതിപക്ഷ അവരും കൂടി വിളിക്കുന്നില്ല. അത് പൊളിറ്റിക്സ് അല്ല ജലോത്സവം ഡേഞ്ചറാണ്. അത് പറയണ്ട. ആ കണക്ക് അതുകൊണ്ടാണ് നമ്മുടെ രണ്ട് തലതൊട്ടന്മാരോട് ഇരിക്കുന്നത്. അല്ല നമ്മള് പൊളിറ്റിക്സ് അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ക്ലബ്ബുകളുടെ അല്ല മാസങ്ങളായിട്ട് ഇപ്പൊ വയനാട് മാത്രമല്ല മാസങ്ങളായിട്ട് ക്ലബ്ബുകാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായിട്ട് നമ്മൾ ക്ലബ്ബുകാരെ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നലെ ഇന്ന് അവർക്ക് ജലോത്സവം ഉള്ളതുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത്. ഇനി നടത്തും നമ്മളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു വെള്ളം അരിമ്പൂര് പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോ ഉണ്ണീഷൻ മാഷ് ഭരിക്കുമ്പോ യുവജനോത്സവം അത് മറ്റേതില്ലേ യുവജനമേള നിന്നു. അല്ല കേരള അന്ന് യുവജനമേളയായിരുന്നു. ഞങ്ങൾ അന്ന് പഞ്ചായത്തിന് മുന്നിൽ ഞാനാണ് മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരും യുവജനമേള എന്നിട്ട് ഞങ്ങൾ ബദലായിട്ട് നടത്തി. ഒരു കുഴപ്പമുണ്ടായില്ല. എന്ന് പറഞ്ഞ പോലെ പ്രതീകാത്മക പ്രതിഷേധ രൂപല്ലേ ഞാൻ പറഞ്ഞത് 1000 വെള്ളം വേണമെന്നല്ല. 1000 ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് പ്രതീകാത്മക പ്രതിഷേധം 10 ലക്ഷത്തിന് ചെലവാണ്. 10 ലക്ഷത്തിന് ചെലവാണ്. ടോണി പറഞ്ഞു ഫ്രീ ആയിട്ട് വരികില്ലേ? ഒരു സംഭവത്തിന് നിന്നും നമുക്ക് വാർത്തയല്ല വേണ്ടത്. വേറൊരു പരിപാടി വെച്ചിട്ട് അതിന്റെ ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് വാർത്തയ്ക്കല്ല. ഞാനാണ് നേതൃത്വം ഇങ്ങനെ നടത്തിയിരിക്കും. ഞാൻ നടത്തി പരിചയം എനിക്ക് പത്രക്കാരും കൂടെ ഞാൻ നടത്തി പരിചയം അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അതിൽ CPM കോൺഗ്രസും BJP ഉണ്ട്. അവിടെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. മനസ്സിലാവണ്ട രാഷ്ട്രീയം ഇല്ലാണ്ട് നിങ്ങൾ അവിടെ നടത്തിയത്. പിന്നത്തെ പോലെ കൃത്യമായിട്ട് നടന്നു. നിങ്ങൾ നാളെ മറ്റന്നാളായിട്ട് സംഭവം ഞാനും രാകേഷ് മാഷും ഇന്നലെ അറ്റൻഡ് ചെയ്തത് ജലോത്സവത്തില്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രതീകാത്മക ഒരു സമരം നടത്താനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നമ്മള് ജലോത്സവം വരുമ്പോൾ മാത്രം നമ്മള് ജലോത്സവത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജില്ലയിലുള്ള പഞ്ചായത്തിന്റെ കാര്യമില്ല, നമ്മുടെ ജില്ലയിലുള്ള ഏറ്റവും വലിയൊരു ഇവന്റ് ആണ്. അപ്പൊ അതിന് നമ്മുടെ പത്രക്കാരുടെ ഒരു സപ്പോർട്ട്. കാരണം വെച്ചാൽ അത് സ്റ്റോറി ചെയ്തിട്ടായാലും അത് കണക്കുകൾ അവതരിപ്പിക്കാത്ത വള്ളംകളി അതായത് MLA-യും MP-യുടെയും ഇവിടെ നിന്നുള്ള മന്ത്രിമാരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്കുള്ള ഫണ്ടുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ കണക്ക് ചെല്ലുമ്പോണ്ടല്ലോ 1 രൂപ കിട്ടൂല. സ്റ്റോർ
പ്രതികാരം പറയാതെ മറ്റുള്ള വീഴ്ചകൾ മനസ്സിലാക്കിയത് ഈ വീഴ്ച എന്തുകൊണ്ട് വന്നു. എന്റെ കാർത്തികേട്ട ഇതിലുള്ള ജോർജേട്ടൻ അടക്കമുള്ള ആളുകളൊക്കെ പുലികളാണ് ഇതില്. ഇതൊന്നും ആരും വീഴ്ചൊന്നും മനസ്സിലാക്കട്ടെ. ഇത് അനങ്ങി കഴിഞ്ഞ ഒരു കാര്യ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവർക്കും കണ്ണാടി പോലെ അറിയാം. ടോണി പറയുമ്പോൾ സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ അതായത് കാഴ്ച ചുണ്ടം വന്ന ഒന്നാം സാധനം മൂന്നാമത്തെ കൊല്ലാണ് ആ രീതിയിലാണ് നീ പറയണേ.